ഓരോ വകുപ്പുകളും നോക്കിക്കോളൂ. നീക്കി വച്ചിരിക്കുന്ന ഈ ബജറ്റിൽ നീക്കി വച്ചിരിക്കുന്ന കഴിഞ്ഞ ബജറ്റുകളിൽ നിന്ന് അതിനേക്കാൾ കൂടുതലുണ്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എനർജി സെക്ടർ പറഞ്ഞു 2022-23 കോടി രൂപയായിരുന്നു ഈ ഗരീബ് കല്യാൺ, പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി. 2022-23 272 കോടിയായിരുന്നു. ക്ഷമിക്കണം, 272.802. ഇത്തവണ അത് 2005 220 കോടി രൂപ മാത്രമാണ്. ആ രൂപത്തിൽ അത് കുറയുന്നു. പ്രധാനമന്ത്രി പോഷൺ അഭിയാൻ പദ്ധതിയിൽ 2023 12,681 കോടി രൂപയാണെങ്കിൽ ഇത്തവണ അത് 12,467 കോടി രൂപയായി ചുരുക്കിയിരിക്കുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കും ആ രൂപത്തിൽ കഴിഞ്ഞ വർഷം അത് 90,806 കോടി രൂപയായിരുന്നെങ്കിൽ ഇത്തവണ അത് 86,000 കോടിയാണ്. എല്ലാ സെക്ടർ എടുത്തു നോക്കുമ്പോഴും കുറവാണ് ഇത്തവണ നീക്കിയിരിപ്പ്. അതൊരു യാഥാർത്ഥ്യമാണ് ശ്രീ നമ്പൂതിരി. ഇല്ല, ഞാനൊന്ന് അല്ലല്ലേ, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് തന്നെ കാർഷിക മേഖലയ്ക്ക് 1,51,851 കോടി രൂപ. പിന്നെ ഇവിടെ സൂചിപ്പിച്ച വിദ്യാഭ്യാസം 1,25,638. 2022-23 അത് 98,567. എനർജിയിൽ 65,717 68,769. ഹെൽത്തിന് ആരോഗ്യ മേഖലയ്ക്ക് 73,551 89,287 ഈ പുതിയതായി വന്നപ്പോൾ. അതേപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലേക്കാൾ കുറഞ്ഞോ കൂടിയോ? ഏതാ നീക്കിയിരിപ്പ് കുറഞ്ഞോ കൂടിയോ? ഈ ഹെൽത്തിന് 7,000. അതുതന്നെയാണ് പറഞ്ഞത്. 73,551 2022 89,287 ഈ ബജറ്റിൽ വന്നാൽ അത് കുറവാണോ കൂടുതലാണോ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ തവണത്തേതുമായി കമ്പയർ ചെയ്യൂ ശ്രീ നമ്പൂതിരി. ഞാൻ പറയട്ടെ മാഡം, ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിങ്ങൾ പറഞ്ഞത് ശുദ്ധ കള്ളമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനെ എന്നെ സംസാരിപ്പിക്കാൻ അനുവദിക്കാത്തതിന് എന്താർത്ഥം? റൂറൽ ഡെവലപ്മെന്റിന് 23,896 രൂപ 2022-23. ഇപ്പോൾ അത് 2,65,808 രൂപ. എവിടെയാണ് കുറഞ്ഞതെന്ന് പറയൂ? റൂറൽ ഡെവലപ്മെന്റ് ശിവദാസന്റെ ഏത് കണക്കാന്ന് എനിക്കറിയില്ല. അത് AKG സെന്ററിൽ നിന്ന് തന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഈ ബജറ്റ് പേപ്പറിന്റെ കൂടെ ഉള്ളതാണ്. ഞാൻ MB ഒന്നും അല്ല, എനിക്ക് പക്ഷേ കിട്ടിയതാണ്. MBക്ക് കിട്ടുന്നത് പോലെ കിട്ടിയിട്ടില്ല, പക്ഷേ ആ ബജറ്റ് പേപ്പറിന്റെ കൂടെ ഉള്ളതാണ്. റൂറൽ ഡെവലപ്മെന്റിന് 2,38,396 രൂപയായിരുന്നത് ഇപ്പോൾ 2,65,808 രൂപ. ഇതിലേതാ കൂടുതലാണോ കുറവാണോ ഇപ്പം വന്നത്? ഇപ്പം വെറുതെ നിങ്ങൾ കയറി അങ്ങോട്ട് അടിക്കരുത്. ഒന്നിനി അത് രണ്ടാമത് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഞാനൊന്ന് പറയട്ടെ. ഞാൻ റൂറൽ ഡെവലപ്മെന്റിനെയാണ് പറഞ്ഞത്, നോക്കിക്കോളൂ. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ റൂറൽ ഡെവലപ്മെന്റ് എടുത്തു തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഈ ശിവദാസനും ഫ്രാൻസിസ് ജോർജും സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിച്ചില്ലല്ലോ. ഞാൻ കണക്ക് പറയുമ്പോൾ മാത്രമേ ശ്രീ നമ്പൂതിരി കണക്കുകൾ ഞാൻ സർക്കാർ അല്ലല്ല ബജറ്റിനോട് ഇന്നത്തെ കേന്ദ്ര ബജറ്റിനോടൊപ്പം സർക്കാർ പ്രസിദ്ധീകരിച്ച സർക്കാർ പാർലമെന്റ് സഭയിൽ വെച്ച പേപ്പർ നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ രേഖകൾ നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി 86 കോടി രൂപ അനുവദിച്ചു. ഇതിനു മുമ്പും ഒരു വട്ടം അത് 90 കോടി അനുവദിച്ചു. പക്ഷേ 1,00,000 കോടി രൂപയിലേറെ അന്ന് ചെലവാക്കി കോവിഡ് കാലത്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു ബജറ്റിൽ നീക്കിയിരിപ്പ് ഒരു എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ ചെലവഴിച്ച കണക്കനുസരിച്ച് അല്ലെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ആക്ച്വൽ എക്സ്പെൻസ് അനുസരിച്ച് ഒരു ബജറ്റിൽ ഒരു പ്രപ്പോസൽ വരും. ആ പ്രപ്പോസലിൽ കൂടാൻ രണ്ടാമത് കൂടാം. ഇതൊരു പ്രപ്പോസൽ മാത്രമാണ് ഈ ബജറ്റിൽ. ഇതിന്റെ സ്വാഭാവികമായി ഈ തുക ഇപ്പൊ 86 കോടി രൂപ പോരാതെയാണോ? ചരിത്രമുണ്ടല്ലോ, കൂടുതലാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലയിലും ഞാൻ പറയുന്നത് 2022
2022-23 അപേക്ഷിച്ച് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം നീക്കിയിരിപ്പ് കുറഞ്ഞ മേഖലകളുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റൂറൽ ഡെവലപ്മെന്റ്, എനർജി ഡെവലപ്മെന്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ, ഇൻഫ്രാസ്ട്രക്ചർ, കാർഷിക മേഖല, 1,51,000 കോടി രൂപ കാർഷിക മേഖലയുടെ വികസനത്തിനായി നടന്നു. അപ്പോൾ കഴിഞ്ഞ തവണ എത്ര ഉണ്ടായിരുന്നു? 48.25 ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി അനുവദിക്കപ്പെട്ടിരിക്കുന്നത് മൊത്തം ബജറ്റിന്റെ 3.15% മാത്രമാണ്. ശ്രീ നമ്പൂതിരി, 2019 മുതൽക്ക് ഇങ്ങോട്ട് കാർഷിക മേഖലയ്ക്ക് കുറയുകയാണ്. അല്ലല്ല മാഡം അല്ലല്ല, അങ്ങനെ അങ്ങ് എഴുതി പോകാതെ. ഞാൻ തുക പറഞ്ഞപ്പോ നിങ്ങൾ തുക കുറവാണെന്ന് ആദ്യം പറഞ്ഞു. ഞാൻ തുക പറഞ്ഞപ്പോൾ നിങ്ങൾ പെർസെന്റേജ് കുറവാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകിൽ നിങ്ങൾ തുകയിൽ പിടിച്ചു നിൽക്കൂ, അല്ലെങ്കിൽ പെർസെന്റേജ് നിൽക്കൂ. ഞാൻ പറഞ്ഞത് 2022-23 അനുവദിച്ച തുകയേക്കാൾ 2024-25 വർഷത്തേക്ക് തുക കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. ഡോക്ടർ വി ശിവദാസൻ ഇതിനെ ഖണ്ഡിക്കുന്നുണ്ടോ? അത് കാർഷിക മേഖലയ്ക്കുണ്ട്, വൈദ്യുതി മേഖലയ്ക്കുണ്ട്. ശിവദാസൻ ഇതിനെ ഖണ്ഡിക്കുന്നുണ്ടോ? തീർച്ചയായും കണക്ക് പറയൂ. താങ്കളുടെ മറുപടി അവസാനിച്ചിട്ടില്ല, താങ്കളിലേക്ക് തന്നെ വരാം. അല്ലല്ല, ഞാൻ അത് അദ്ദേഹത്തിന്റെ അങ്ങനെയല്ല. ഒരു കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അത് ഖണ്ഡിക്കാൻ അങ്ങോട്ട് പോയാൽ പിന്നെ എന്തിനാ അങ്ങനെ ചർച്ചയുണ്ടോ? ഞാൻ പറയുന്ന ഓരോ പോയിന്റും ശിവരാജൻ പറഞ്ഞ പോയിന്റ് അല്ല, താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? താങ്കൾ പറഞ്ഞ എന്താണ്? 2022-23 അപേക്ഷിച്ച് 2024 കൂടുതൽ നീക്കിയിരിപ്പുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. അതിനെ ഖണ്ഡിക്കുന്ന വാചകം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കുക. അത് താങ്കളിലേക്ക് തന്നെയാണ് ശ്രീ നമ്പൂതിരി, താങ്കളിലേക്ക് തന്നെയാണ് വരിക. ഞാൻ പറയുന്ന ഓരോ പോയിന്റും അങ്ങനെ ഓരോ പോയിന്റിലും പോകുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ശിവരാജൻ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു, അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഖണ്ഡിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല എന്നർത്ഥം. കാരണമുണ്ട്, ശതമാന കണക്കുകൾ പുറത്തു വരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, ഒരു മിനിറ്റ്. അദ്ദേഹം പാർലമെന്റിൽ നിന്നല്ലേ വരുന്നത്, പറയട്ടെ. അങ്ങ് പറഞ്ഞ കണക്കിൽ റൂറൽ ഡെവലപ്മെന്റിന്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട നീക്കിയിരിപ്പിന്റെ കണക്ക് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വായിക്കാം. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പെശകുണ്ടെങ്കിൽ അങ്ങ് തെളിയിച്ചുകൊള്ളുക. റൂറൽ ഡെവലപ്മെന്റിന് 2022-23 നീക്കിവെച്ച തുക 3,31,820 കോടി. 24-25 2,82,566 കോടി. ഈ പറഞ്ഞ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു പിശകുണ്ടെങ്കിൽ അങ്ങേക്ക് തെളിയിക്കാവുന്നതാണ്. ഞങ്ങൾ ആരും പിശകായ ഒരു കാര്യവും പറയുന്നില്ല. ഇനിയും ഏറെ കണക്കുകളുണ്ട്. എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റം ഒന്ന് എടുക്കൂ. നിങ്ങളുടെ ബജറ്റിന്റെ കൂടെയുള്ള എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റം ഒന്ന് എടുക്കൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.